ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെരുന്നാളായത് കാരണം പൊതു അവധിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇന്ന് അവധിയായത് കാരണം ഇന്ന് വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ, ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്കൊക്കെ അവധിയാണെങ്കിലും സജുവേട്ടന് ഇന്ന് പോവാണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കൊടുങ്ങല്ലൂർക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നേ. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ച് ഒക്കെ സജുവേട്ടൻ പോയതിന് ശേഷം ഞങ്ങളും ചായ കുടിക്കുകയായിരുന്നു കേട്ടോ. കുട്ടുവാണെങ്കിലോ അവൻ തറവാട്ടിലായിരുന്നു. തലേന്ന് തന്നെ രാത്രി തന്നെ അവിടെ പോയിട്ടായിരുന്നു ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. കുഞ്ഞാറ്റയ്ക്കാണെങ്കിലോ ഇന്ന് പോവാനും ഉണ്ട്. അതായത് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇന്ന് ക്ഷണമുണ്ട് പെരുന്നാളിന്. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കം കൂടിയാണ് കേട്ടോ ഇന്ന്. ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടി എടുത്തിട്ട് പോവുക കേട്ടോ. അവളെ ബസ് സ്റ്റോപ്പിലാണ് എല്ലാ ഫ്രണ്ട്സും കൂടി ഒത്തുചേരുന്നത്. അങ്ങനെയാണ് ഒരുമിച്ച് എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ ഞാൻ അവളെ ആക്കാൻ വേണ്ടിയിട്ട് പോകാൻ കുട്ടുവിനെ കുറേ കാത്തു നിന്ന് വരുന്നതും കാത്ത്. അപ്പോൾ അവനെ എത്തിയിട്ടില്ല. അപ്പോൾ അവൻ ഇനി ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ എത്താത്ത കാരണം ഞാൻ അവളെ കൊണ്ട് പോയിട്ടോ. വേഗം കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ, വന്നിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും കുട്ടു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടാണ് എല്ലാ പരിപാടിയും അടിക്കലും തുടയ്ക്കലും ഒന്ന് ലീവായ കാരണം ഒന്ന് വിസ്തരിച്ചല്ലാതെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടിച്ചുവരലും തുടയ്ക്കലും ഒക്കെ ആയിട്ടോ. പിന്നെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് ഞാൻ തിരുമ്പാനുള്ളതൊക്കെ എടുത്ത് പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ കുട്ടും പുറത്തായിരുന്നു. അവനും കുറച്ച് നേരം പുറത്ത് കളിച്ചിട്ടാണ് പിന്നെ അവന് എല്ലാ പരിപാടിക്കും നിന്ന് അവൻ്റെ. അപ്പോൾ അവനാട്ടോ വീഡിയോ എടുക്കുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവനെടുത്തോളാന്ന് പറഞ്ഞിട്ട് അവനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ എടുത്തിട്ട് തിരുമ്പുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് തോരയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ വിറക് പേരുടെ അടുത്താണ് തോരയിടുന്നത്. അപ്പോൾ മേലെ കയറിയിട്ട് തോരയിടണം. അപ്പോൾ കുട്ടു താഴെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അയൽവാസി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അവളുടെ പെരുന്നാൾ സ്പെഷ്യൽ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കുട്ടും, കുഞ്ഞാറ്റയും പോയിട്ടുണ്ടായിരുന്നു, സജുവേട്ടനുമില്ല. അപ്പോൾ ഞാനും കുട്ടും മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം വൈകിട്ടില്ല, വേഗം ഭക്ഷണം കഴിച്ചു അത് കണ്ടേക്ക്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടേ, സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ നല്ലോണം തട്ടി ഇട്ടിട്ടുണ്ടേ. ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും പാത്രം കഴുകുന്നതിൻ്റെ മുന്നേ തന്നെ കുട്ടു വേഗം പോന്നിട്ട് വേഗം TV ഓണാക്കി TV കാണാൻ തുടങ്ങിട്ടോ. കിടന്നിട്ട് 2 തലണയൊക്കെ വെച്ച് കിടന്നിട്ടാട്ടോ TV കാണുന്നത്. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവൻ്റെ അടുത്ത് വന്നിരുന്നേ. അപ്പോൾ അവന് ഉറക്കം വരുന്നുണ്ട്, നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങി തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവനെ വേഗം കാലൊക്കെ നീട്ടി വെച്ചിട്ട് കിടത്തിയിട്ട് ഞാനും അവിടെ ഇരുന്നിട്ട് TV കണ്ടു കേട്ടോ. കുറച്ച് നേരമൊക്കെ TV കണ്ടേ.
അപ്പോൾ ടി വി കണ്ടുകൊണ്ട് ഇരുന്നതിന് ശേഷം ഒത്തിരി കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞാറ്റ വന്നു കേട്ടോ. അവൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി വന്നപ്പോൾ. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ അവൾ ഇരുന്നിട്ട് കുട്ടു നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ടി വി കണ്ടു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് വൈകുന്നേരത്തെ പരിപാടികളൊക്കെ നോക്കാനായി. അപ്പം ഞാൻ വേഗം പോയിട്ട് മുറ്റടിച്ച് വരാൻ നിന്നു. കുഞ്ഞാറ്റ അവളുടെ അല്ലറ ചില്ലറ പരിപാടിയും കൊണ്ടിട്ട് അകത്ത് റൂമിലോ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടു അപ്പോഴും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുറ്റടിച്ചവരിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്കാണ്ട് ഇറങ്ങിയതായിരുന്നു. മുറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്നപ്പോഴേക്കിനെ കുഞ്ഞാറ്റ ഇലയൊക്കെ എടുത്ത് കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഞാനും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ട് ഇലയട ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാനറിയാതെ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ഞാനങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെയാണ് ഞാൻ വൈകുന്നേരം വിളക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയി. ഞാൻ വിളക്കൊക്കെ കൊണ്ട് കഴുകിയിട്ട് ഫുള്ള് കഴുകി റെഡിയാക്കിയിട്ട് എണ്ണയും തിരിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് വെച്ചാൽ മാത്രം മതി. കുഞ്ഞാറ്റയായിട്ടോ വിളക്ക് കത്തിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ള് റെഡിയാക്കി വെച്ചപ്പോഴേക്കും അവൾ മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് എത്തി വിളക്ക് കത്തിക്കാട്ടോ അവൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.